ആ നാടകക്കാര് ഇവിടെ എവിടെ പോയി കാണുമായിരിക്കും. ആ അവന്മാർ ഈ വഴിയായിരിക്കും ഓടിയിട്ടുണ്ടാവുക. ആ മെക്കാള സാഹിബിനെ പിടിച്ചെടുത്താലേ 15,000 രൂപ തരുന്നാണ് നമ്മുടെ കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നേ. മക്കളെ അവന്മാര് പറഞ്ഞത് കേട്ടാ, മക്കളെ പിടിച്ചു കൊടുത്താ 15,000 രൂപ കിട്ടും. ആ കായംകുളം കൊച്ചുണ്ണിനെ പിടിച്ചെടുത്താലേ വേറെ 3,000 രൂപ കിട്ടത്തുള്ളൂ. സന്തോഷായില്ലേ? എന്തിന്? മക്കളെക്കാട്ടിലും മാർക്കറ്റ് ഇപ്പൊ ആശാന. ഇവന്മാരെ അറിയാൻ വയ്യാത്ത പണിക്ക് എന്തിനാണോ പോന്നെ? വെറുതെ നാട്ടുകാരുടെ അടി വാങ്ങിച്ചു കൂട്ടാൻ. ഇനി നമുക്ക് ഇവിടെ തെരഞ്ഞത് മതി. ഇനി നമുക്ക് അവിടെ പോയി തരാം. നീ വേം വാ. എന്നാ ഞാൻ അവന്മാരെ പിടിക്കാം. നിർത്തറ നിന്റെ ഈ കൊലച്ചിരി. ഇത്രയും നാള് നാടകത്തിൽ ഈ മെക്കാള ഈ കൊച്ചുണ്ണിയുടെ തല എടുക്കാൻ നടന്ന്, ഇപ്പൊ മെക്കാളയുടെ തല നാട്ടുകാരെടുക്കാൻ നടക്കുന്നത്. കാലം പോയൊരു പോക്കെ എല്ലാടെ മെക്കാള സായിപ്പേ. എന്നെ മെക്കാള സായിപ്പെന്നും വിളിക്കരുത്. എനിക്ക് നല്ലൊരു പേരുണ്ട്, പ്രഭു. എന്നിട്ട് എന്തിനാ നിങ്ങൾ ആ നല്ല പേരെടുത്ത് മാറ്റാനായിട്ടിരിക്കുന്നേ? എനിക്ക് സ്വന്തമായിട്ടൊരു കക്കൂസില്ല. അപ്പൊ ഈ പേര് നിങ്ങൾ കക്കൂസിനിടാൻ പോവാ? അപ്പൊ എങ്ങനെ? ഞാൻ വല്ലവന്റെ പറമ്പിൽ പോവും. പഞ്ചായത്ത് വെച്ചിട്ട് കക്കൂസായിട്ടിരുന്നേ. എന്റെ വീട്ടുപേരെന്ത്? കൊട്ടാരത്തിൽ. എന്റെ പേരെന്ത്? പ്രഭു. കൊട്ടാരത്തിൽ പ്രഭുവിനെതിരെ കക്കൂസ് എന്ന്. അയ്യോ പാവല്ലേ. നിങ്ങളപ്പോ എന്താണ് പേരിട്ടെന്നാ ഞാൻ ഈ ചോദിക്കുന്നേ? വല്ലവന്റെ പറമ്പിലെ പാവപ്പെട്ടവനാക്കി. കറക്റ്റ് പേര്. നീ അങ്ങനെ പറഞ്ഞത്? ഇങ്ങേറെ നാടകമല്ലേ? സാധാരണ എപ്പോഴും നാടകം കളിച്ചിട്ട് വല്ലോന്റെ പറമ്പിൽ തന്നെയല്ലേ ഓടിച്ചെന്ന് നിക്കുന്നത്.